കണ്ണാടി പഞ്ചായത്തിൽ ആദ്യമായി യു.ഡി.എഫിന് മുൻതൂക്കം. പാലക്കാട് മണ്ഡലത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും യു.ഡി.എഫ് നേട്ടം കൊയ്തതാണ് പിഷാരടിയുടെ വിജയം എളുപ്പാക്കിയതെന്ന് പുറത്തുവന്ന കണക്കുകൾ. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ യു.ഡി.എഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി 13,147 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ഇതുവരെയില്ലാത്ത വിധം മണ്ഡലത്തിലെ CPM കുത്തകയായ കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ യു.ഡി.എഫ് നേട്ടം കൊയ്തു. പഞ്ചായത്തിൽ ചരിത്രത്തിലാദ്യമായാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം ലഭിക്കുന്നത്. ഇത്തവണ ഇടതുമുന്നണിയേക്കാൾ 250 വോട്ടുകളാണ് കൂടുതൽ ലഭിച്ചത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ യു.ഡി.എഫ് മുന്നേറ്റമുണ്ടാക്കുമെങ്കിലും നിയമസഭയിൽ ഇടതുപക്ഷം പിന്നിലാകുന്നത് ഇതാദ്യമാണ്. കണ്ണാടിയിൽ 435 വോട്ടുകളാണ് BJPയും CPMഉം തമ്മിലെ വ്യത്യാസം. ഇത് കാണിക്കുന്നത് CPM വോട്ടുകൾ വൻതോതിൽ BJPയിലേക്ക് പോയെന്നാണ്. BJPക്ക് ഇത്തവണ ഒരംഗം പോലും പഞ്ചായത്തിൽ ഇല്ലാതിരിക്കെയാണിത്. പിരായിരിയിൽ 8,226 വോട്ടുകൾക്കും മാത്തൂരിൽ 642 വോട്ടുകൾക്കുമാണ് യു.ഡി.എഫ് മുന്നിലെത്തിയതായി പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പിരായിരിയിലും BJPയാണ് രണ്ടാം സ്ഥാനത്ത്. എന്നാൽ BJP ഭരിക്കുന്ന നഗരസഭയിൽ യു.ഡി.എഫ് നേടിയ മുന്നേറ്റമാണ് ആ പാർട്ടിയെ ഞെട്ടിച്ചത്. 4,029 വോട്ടുകൾക്കാണ് യു.ഡി.എഫ് നഗരസഭയിൽ മുന്നിലെത്തിയത്. അതേസമയം മണ്ഡലത്തിലാകെ കഴിഞ്ഞ തവണത്തേക്കാൾ BJP 10,000-ഓളം വോട്ടുകൾ അധികം നേടി. ഇടതുമുന്നണിയുടെ NMR റസാക്കിനെ വലിയ പ്രതീക്ഷയോടെ മത്സരിപ്പിച്ച മുന്നണിക്ക് P. സരിൻ 2024 മത്സരിച്ചു നേടിയ 37,156 വോട്ടുകൾ ഇത്തവണ 33,931 കുറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.